ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഒറ്റയ്ക്കേ ഉള്ളോ? അല്ല, സാറിന് ഇതിനു മുമ്പ് ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ സാധാരണ വേറെ വഴിക്കാ. 20 കിലോമീറ്റർ. 20 കിലോമീറ്റർ? ഞാൻ അരമണിക്കൂർ. സമയക്കണക്കാ. കിണലെങ്കിലും പേടിക്കണ്ട കേട്ടോ. ഞാനിത് അതിർത്തിയിൽ കുറെ കണ്ടതാ. സംസ്കാരമില്ലാത്തവന്മാരാ സാറേ. സോറി സോറി സാർ. സാറേ, നമുക്ക് ഈ റോഡൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ. സാറ് ഭയങ്കര നാണക്കാരനെന്ന് തോന്നുന്നു. ഒന്നും മിണ്ടുന്നില്ല. ഓടുമ്പോ മിണ്ടാൻ പാടില്ല. ഓ സാറേ, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാ. സാറ് ഭയങ്കര ലക്കിയാ. സാറിന്റെ അബ്ഡമൻ ചെറുതാ. ഞാനേ ഈ വഴിക്കാ. അല്ല സാറേ, ഞാനും വരാം. ഒരു ദിവസം വഴി തെറ്റിച്ചെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ വീട്ടിൽ പോകാം. ഓട്ടം മാത്രമല്ലടാ, കിടപ്പ് വന്നിച്ചാ നിനക്കെന്താ? അവന്റെ മകൻ അവന്റെ നിറമാണെങ്കിലും അപ്പുറത്തെ വീട്ടിലെ ജയന്റെ അതേ പൂച്ചക്കണ്ണ. എന്താ ചിരിക്കുന്നേ? പണ്ട് ബോംബെയിൽ ഒരു മദൻ സാർ ഉണ്ടായിരുന്നേ. പുള്ളിക്കാരൻ ഇതേപോലെ ഒരു ഓട്ടമായിരുന്നു. ഹോട്ടലിൽ റെയ്ഡ് വന്നപ്പോ. ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ധൈര്യമുള്ള ഒറ്റ ഒരുത്തനില്ല. ഈ മണ്ഡലത്തിലെ അവസാനത്തെ തെരുവ് നായവരെ ഉന്മൂലനം ചെയ്യുവാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. മറക്കണോ? എന്താ ഞാൻ മറക്കേണ്ടത്? ഇതിപ്പോ പുറകിലുമല്ല മുന്നിലുമല്ല, ഒപ്പം നടക്കുക. വല്ലാത്തൊരവസ്ഥയാ. ഒന്നും നോക്കണ്ട. 8 എന്ന് എഴുതുന്ന പോലെ ഒരു ഒറ്റ ഓട്ടം ഓടിക്കണം. 8. 1 2 8. ഞാൻ ഈ ഐസ് ഫ്രൂട്ട് മേടിച്ചു തന്ന കാര്യം അച്ഛനോട് പറയണ്ടോ? പറയൂല. അതേ, നീ ഇന്ന് പള്ളിക്കൂടത്തിൽ പോയില്ലേ? ഇല്ല, എനിക്ക് വേദനയായിരുന്നു. ആഹാ. എക്സ്ക്യൂസ് മീ. ഇവന് വലിയ ആഗ്രഹം എന്തിനെങ്കിലും വളർത്തണമെന്ന്. കളിപ്പാട്ടം മേടിച്ചു കൊടുക്കണ പോലെ വെറുതെ ഒരു നേരം പോക്കിന് ഇവറ്റകളൊന്നും മേടിച്ചു കൊടുക്കരുത് കേട്ടോ. നമുക്ക് വളർത്താൻ പറ്റുന്നൊരു ജീവിയാണെങ്കിൽ പിന്നെ. അല്ലാന്നേ, അവറ്റകൾക്ക് നമ്മളെ പറ്റുമെന്ന് നോക്കണം. ദാ അവളെ കണ്ടോ? പൂച്ചയോ? ഇവിടെ അടുത്തുള്ളൊരു പല്ല് ഡോക്ടർ ജോൺ സാർ ഒരിക്കതിനെ മേടിച്ചോണ്ട് പോയതാ. കണ്ടോ? 3-4 ദിവസത്തെ തീറ്റയും പാത്രത്തിലാക്കി വെച്ചിട്ട് ഇതിനെയും വീട്ടിനകത്തിട്ട് പൂട്ടി ജോൺ സാറും കുടുംബം മൂന്നാർക്ക് ടൂർ പോയിന്നേ. ഇത് ഏതാ ഇനം? ഇത് ഞാൻ പറയാം. പേർഷ്യൻ കാറ്റ്. ആഹാ. കാറ്റത്ത് തീറ്റ വെച്ച മുറിയുടെ വാതിലടഞ്ഞു പോയിന്നേ. അവര് ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നവരെ ഇതിന് വെള്ളമില്ല, തീറ്റയില്ല, ചാകാറായ അവസ്ഥയിൽ ഇവിടെ കൊണ്ട് ഇട്ടേച്ചു പോയതാ. ആരെങ്കിലും പറ്റിയ ആളുകൾ വന്നാ കൊടുത്തോളാൻ പറഞ്ഞു. ഇവളിപ്പം മിടിക്കായിട്ടിരിക്കണോ? കുട്ടൂസേ, ഇത് മതിയോ നിനക്ക്? കുട്ടൂസിന് ഇതിന് എന്ത് പേരാടാ മോണെ? അതച്ഛൻ. ഈ ലവ് ബേഴ്സിലേ ആണുങ്ങൾക്ക് മൂക്കിന്റെ മുകളിലൊരു നീല നിറം ഉണ്ടാവും, പെണ്ണുങ്ങൾക്ക് അത് ഉണ്ടാവില്ല. സൂക്ഷിച്ചു നോക്കിയേ. വാ.
ഡാഡി വീട്ടിലില്ലേ? ഇല്ല. ആ അത് പറ. ചായ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് കുടിക്കട്ടാ. കുളിച്ചിട്ട് ട്യൂഷൻ വന്ന് നോക്കടി. ഇങ്ങോട്ട് പാടാ. എപ്പ നോക്കിയാലും അവിടെ പോയി നിന്നോണം. കണ്ണ് തെറ്റിയാ അവിടെയാ. വന്നിട്ട് ഹോംവർക്ക് നോക്കടാ. തനിക്ക് പണി ചെയ്യാൻ വല്ല ബംഗാളിയെ വിളിച്ച് നിർത്തിക്കൂടെ? എന്റെ മോനെ കൊണ്ടല്ല പണി എടുപ്പിക്കേണ്ടത്. ബംഗാളികളും മനുഷ്യരാട്ടോ. അത് വരാം. ഞാനായിട്ട് വിളിക്കണതല്ലെന്നേ, അവൻ ഇതിനെയൊക്കെ കാണാൻ വേണ്ടി വെറുതെ വന്നതാ. രമചേച്ചിക്ക് അറിയാലോ, ഈ മണവും പൊടിയും കാരണം പിള്ളേർക്ക് പനി മാറിയ സമയമില്ല. മണമുണ്ടോ? നീ മിണ്ടരുത്. ഡാ, നീ ഇതെന്ത് കാണാൻ അവിടെ പോകുന്നത്? കുഞ്ഞുരിഞ്ഞു നോക്കാൻ. കേറി പോടാകത്ത്. ഡോ, അസോസിയേഷൻകാരെല്ലാം തനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. കൂടും കുടുക്കൊക്കെ എടുത്ത് പോവാൻ റെഡി ആയിക്കോ. അതെ, എന്തേ? ഇതിന്റെ കുത്തുവെപ്പൊക്കെ എടുത്താണോ? ഓ, കടിച്ച പട്ടിയെ കണ്ടിരുന്നെങ്കിൽ നാരങ്ങളും വാങ്ങിച്ചു കൊടുക്കായിരുന്നു. അല്ല, പേ ഉണ്ടെന്നറിയാൻ. ഇഞ്ചക്ഷൻ എടുക്കുന്നതായിരിക്കും സേഫ്. ഇപ്പോഴതുകൊണ്ട് കയ്യിൽ മതി. പണ്ടായിരുന്നെങ്കിൽ ഇവര് ഈ പുക്കളിന് ചുറ്റും പൂക്കളെ വിട്ടാനേ. സാറിന് ഇത്ര സെറ്റപ്പും കാറും ഒക്കെ ഉണ്ടായിട്ടും പിന്നെങ്ങനെയാ പട്ടി കടിച്ചേ? കിളികളുടെ കളകളാരവം കേൾക്കാൻ പോയതാ, കണ്ടില്ലേ? ഫാറ്റും ബേൺ ചെയ്തു. ചേച്ചിയുടെ പേരെന്താ? ചിത്ര. പാടൂ. ഇല്ല. ചേച്ചി പാടത്തില്ല, പക്ഷെ സാറ് ഗാനഭൂഷണം തോറ്റതാ. പാട്ടുകാരനാകണമെന്നായിരുന്നു മോഹം, പക്ഷെ പെട്ടെന്നാണ് പൊളിറ്റിക്സ് വന്നത്. നിർഭാഗ്യം. ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടന് വിശ്വാസമായില്ലല്ലോ. ഇപ്പോൾ ഏതായപ്പോൾ സന്തോഷമായില്ലേ? അതാ പോളിസി എടുക്കുന്നതിൻ്റെ ഗുണം. കൂടിപ്പോയാൽ ഇനി ഒരു തവണ കൂടി. ചേട്ടാ ഇല്ല. എല്ലാം ഓക്കെ അല്ലേ? ജംഗ്ഷനിൽ ഇതിനു മുമ്പ് ഇതുപോലൊരു പ്രതിഷേധം നടന്നിട്ടുണ്ടാവില്ല. അതെ. എന്താ വൈകുന്നേരം പട്ടിയുടെ കോലവും കത്തിക്കുന്നു. പട്ടിയുടെ കോലം കത്തിക്കാനോ? അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പട്ടിക്ക് ഇവിടെ മാത്രമല്ല, അങ്ങ് ഡൽഹിയിലുണ്ട് പിടി. സാറേ, അപ്പൊ ഞങ്ങൾ നേഴ്സുമാരുടെ പ്രശ്നമോ? അല്ല, MLA ഓഫീസിൽ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് സ്കീമോ ഫണ്ടോ ഒന്നുമില്ല. ഞാൻ CM-നോട് സംസാരിച്ച് നോക്കട്ടെ. പിന്നെ MLA ഫണ്ടിൽ നിന്നാണെങ്കിലും പ്രൈവറ്റ് പാർട്ടികൾക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. നോക്കാം. ഓർഫനേജിന്റെ സ്ഥിതി വളരെ മോശമാണെന്ന് അറിയാലോ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യാം. നന്ദി. ശരി, ആയിക്കോട്ടെ, ശരി. നമസ്കാരം. വാ, സൂക്ഷിച്ചു നടക്കും. എന്താ സാർ, തിരക്കിലാണോ? ആ, എന്താ ഈ വഴിക്കൊക്കെ? വന്നല്ലേ പറ്റൂ. ഫുൾ ഫാമിലി ഉണ്ടല്ലോ. ഒരു കാര്യം ഉണ്ടായിട്ട് എന്നെ കയറിയതാ. പിന്നെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അത് ഞാൻ പറയാം. ഓ, എന്താണ് സെന്റ് ജോർജിന് ഒരു ദേഷ്യം? സെന്റ് ജോർജ് അല്ല, ഗീവർഗീസ്. ഓ, കലേഷ് ഒന്ന് മെലിഞ്ഞോ? അയ്യോ, ഓട്ടോ ഒക്കെ അല്ലേ. തിരക്കിലാണെങ്കിൽ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതാ എന്താ ഇത്? വീടിനടുത്തൊരു പെറ്റ് ഷോപ്പുകാരൻ ഈ കിളികളെയും തത്തയും പട്ടികളെയൊക്കെ വിൽക്കുന്ന ഒരുത്തൻ വലിയ ശല്യമാണ്. റെസിഡൻസ് അസോസിയേഷൻകാർ പോലീസ് വഴി ഒരു പരാതി നൽകിയിട്ടുണ്ട്, അയാളെ അവിടെ നിന്ന് മാറ്റാൻ. കേസ് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ ഒരു കാലതാമസം ഉണ്ടല്ലോ. നമ്മൾ തമ്മിലുള്ള പരിചയം അവിടെ എല്ലാവർക്കും അറിയാം. അയാളെ അവിടെ നിന്ന് ഓടിക്കാൻ അയൽപക്കത്തുള്ളവരെല്ലാം കൂടി ചേർന്ന് ഒപ്പിട്ട ഹർജിയായത്. എന്താ അവനൊരു ദേഷ്യം? യൗമാരൊക്കെ ഏതാ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിള്ളേരെ തട്ടിക്കൊണ്ടുപോകാൻ പോലും മടിക്കില്ല. ശരിയാ. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ശരി ശരി. ശരി. ആ, പിന്നെ ഇലക്ഷനൊക്കെ വരികയാണ്. അറിയാം. നമ്മുടെ കാര്യം മറക്കരുത്. ആനയാണ് ചിഹ്നം. ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടായാൽ അവിടെയുള്ള എല്ലാവരുടെ വോട്ടും നിങ്ങൾക്കാണ്. ശരിയാണ്.